തെരഞ്ഞെടുപ്പിന് മുമ്പ് നാം ഏവരും കാത്തിരുന്ന മറ്റൊരു തമാശ ഇതാ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായി ക്രൈസ്തവ പീഡന നയവുമായി RSS വന്നിട്ടുണ്ട്. പക്ഷെ പറയുന്നതൊക്കെ ആഫ്രിക്കയിലെ കാര്യമാണ്. വിശ്വാസികളെ നിങ്ങൾ സൂക്ഷിപ്പിൻ. പിന്നെ നമ്മുടെ മെത്രാന്മാരും ഒട്ടും മോശമല്ല. ചക്കിക്കൊത്ത ചങ്കരൻ എന്ന മട്ടിൽ RSSനെതിരായ മതപീഡന പരാതികൾ ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയും വിഴുങ്ങിക്കളഞ്ഞു. അപ്പോൾ പിന്നെ വിശ്വാസികൾ ചോദിക്കും, ഈ സംഘപരിവാർ അല്ലെങ്കിൽ പിന്നെ ആരാണ് ഈ ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നത്? ഉത്തരം ഇതാ കേസരി എന്ന RSS മുഖപത്രത്തിൻ്റെ ലേഖനത്തിലുണ്ട്. ആഗോളതലത്തിൽ ക്രൈസ്തവർക്കെതിരെ പീഡനം നടത്തുന്നത് മുസ്ലിങ്ങളാണെന്നാണ് കത്തോലിക്ക സമുദായ നേതാവിൻ്റെ ലേഖനം. RSS മുഖമാസികയിൽ അത് വന്നു കഴിഞ്ഞു. RSS മുഖമാസികയായ കേസരിയുടെ ഡിസംബർ ലക്കത്തിലെ കവർ സ്റ്റോറിയിലാണ് ഈ ലേഖനമുള്ളത്. അതും ഷെവലിയർ സെബാസ്റ്റ്യൻ്റേത്. ഇന്ത്യയിലെ അല്ല, ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ക്രൈസ്തവർക്ക് നേരെയുള്ള ഇസ്ലാം ഭീകര ആക്രമണങ്ങളും വംശഹത്യകളും അധിനിവേശങ്ങളുമാണ് ഈ ലേഖനത്തിൽ പൊടിപ്പും തൊങ്ങലുമായി വച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ അവസ്ഥ മറ്റൊന്നല്ല, ഇതുതന്നെയാണ് ഇവിടെ എന്നാണ് കേസരി പറയുന്നത്. പക്ഷേ ഷെവലിയർ സെബാസ്റ്റ്യൻ പറയുന്നത് മറ്റൊരു ഭാഷയിൽ. ആഗോളതലത്തിൽ ക്രൈസ്തവരെ കൊന്നൊടുക്കുന്ന ഇസ്ലാം ഭീകരതയും മുസ്ലിം ബ്രദർഹുഡിൻ്റെ അജണ്ടകളും ഇന്ത്യക്കും കേരളത്തിനും ചില മുന്നറിയിപ്പുകൾ നൽകുന്നുവെന്നും ലേഖകൻ ലേഖനത്തിലൂടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത് ലേഖകൻ്റെ മുന്നറിയിപ്പാണ്. എന്നാൽ ഇന്ത്യയിലെ തീവ്ര ഹിന്ദുത്വവാദികൾ ക്രൈസ്തവർക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളെക്കുറിച്ച് ഒരൊറ്റ വാക്കുപോലും ഈ ഷെവലിയറിൻ്റെ ലേഖനത്തിലില്ല. തുർക്കിയിലെ ഹാഗിയ സോഫിയ പള്ളിയെ പരാമർശിച്ച് മുസ്ലിം ലീഗും പാണക്കാട് തങ്ങൾക്കും ലേഖനത്തിൽ കടുത്ത വിമർശനമുണ്ട്. ചന്ദ്രികയുടെ മുഖപ്രസംഗത്തിലൂടെ പുറത്തിറങ്ങുന്നത് അവിടെ വർഗീയ അജണ്ടയാണെന്നും ഈ ലേഖനത്തിൽ പരാമർശമുണ്ട്. 2 മാസം മുമ്പാണ് ഇതേ കേസരിയിൽ ഇന്ത്യയിലെ ക്രൈസ്തവർക്കെതിരെ കടുത്ത പരാമർശങ്ങൾ ഉയർത്തി മറ്റൊരു ലേഖനം പ്രസിദ്ധീകരിച്ചത്. ലേഖനം എഴുതുന്നതിൻ്റെ ഉത്തരവാദിത്തത്തിലാണ് ലേഖനമെന്നാണ് അവർ പറയുന്നത്. ക്രൈസ്തവർ രാജ്യദ്രോഹികൾ എന്നാണ് അന്ന് ആ ലേഖനം വിശേഷിപ്പിച്ചത്. ആ ലേഖനത്തിനെതിരെ കടുത്ത വിമർശനവുമായി സഭാ നേതൃത്വം രംഗത്തെത്തിയിരുന്നു. പിന്നെ ആരെയും കണ്ടില്ല. എന്നാൽ ഈ തിരഞ്ഞെടുപ്പെടുത്തതോടെ ഇരു വിഭാഗവും പരസ്പരം കെട്ടിപ്പിടിക്കുന്ന കാഴ്ചയാണ് ക്രൈസ്തവ മെത്രാന്മാരും RSSും. ആ കാഴ്ചയാണ് കേസരിയിലെ ഈ ഷെവലിയാറിൻ്റെ ലേഖനത്തിലൂടെ പുറത്തു വരുന്നത്. പലസ്തീൻ്റെ മറവിൽ ഹമാസിനെ വെള്ളപൂശാൻ ശ്രമിച്ച കേരളത്തിലെ രാഷ്ട്രീയ മത നേതൃത്വങ്ങളും സാംസ്കാരിക നായകന്മാരും ആയിരക്കണക്കിന് ക്രൈസ്തവർ 12 ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ദിനംതോറും ഭീകരവാദികളുടെ ആക്രമണത്തിലൂടെ ജീവൻ നഷ്ടപ്പെട്ട് മരിച്ചു വീഴുന്നത് കാണുന്നില്ലേ എന്നാണ് ലേഖനം ചോദിക്കുന്നത്. ഇതിനെതിരെ പ്രതികരിക്കാൻ നടത്തുന്ന ഒളിച്ചോട്ടം ക്രൈസ്തവർ തിരിച്ചറിയണമെന്നും ലേഖനത്തിൽ ഒരു ഉളുപ്പോ നാണമോ ഇല്ലാതെ പറയുന്നുണ്ട്. ഇനി നമ്മുടെ മെത്രാന്മാരുടെ ചില വികൃതികളെപ്പറ്റി പറയാം. ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ തലവനായ സിറോ മലബാർ സഭയുടെ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് തൻ്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കി ലേഖനം എഴുതിയപ്പോഴും RSSനെതിരെ കാര്യമായ വിമർശനം ഉണ്ടായിരുന്നില്ല. പക്ഷേ കേരളത്തിലെ ഇടത് സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമായുള്ള 174 കത്തോലിക്ക രൂപതകളിലെ മെത്രാന്മാരുടെ സമ്മതത്തോടു കൂടിയാണ് ഈ ലേഖനം പുറത്തു വരുന്നത് എന്നുകൂടി ഓർക്കണം. അപ്പോൾ ഇതാ ഈ തിരഞ്ഞെടുപ്പെടുത്തപ്പോൾ നിലപരിങ്ങലിലായ RSS ക്രൈസ്തവ പ്രീണനമായി വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? താഴത്തെ മെത്രാൻ്റെ ആ കഴിഞ്ഞ ആഴ്ചയിലെ ലേഖനത്തിൽ വിശ്വാസികൾക്കായുള്ള ആ സർക്കുലറിൽ വ്യക്തമായി കത്തോലിക്ക കോൺഗ്രസിൻ്റെ ആ പത്രത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ഇടത് സർക്കാരിനെതിരെ ഹിതമനുസരിച്ച് വോട്ട് ചെയ്യണം. കേരളത്തിൽ ക്രൈസ്തവർക്ക് രക്ഷയില്ല. കേരളത്തിൽ ക്രൈസ്തവർക്ക് ഭയമില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥയില്ല. അതുകൊണ്ട് ഇടത് സർക്കാരിനെതിരെ വിശ്വാസികൾ ഹിതമനുസരിച്ച് വോട്ട് ചെയ്യണം. വ്യക്തമായ വോട്ട് രേഖപ്പെടുത്തിയിരിക്കണം. SIR അടക്കമുള്ളതിൽ പങ്കുചേർന്നിരിക്കണം. ഇതെല്ലാം വ്യക്തമാക്കുന്നത് ആൻഡ്രൂസ് താഴത്ത് പിതാവിൻ്റെ ആ RSS പ്രീണന നയങ്ങൾ തന്നെയാണ്.